ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു ദിവസം കൂടെ ദൈവം ദാനമായി നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. നാം ഇന്ന് സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ രണ്ടാമത്തെ പുസ്തകമായ 42 മുതൽ 72 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ 42-ാം സങ്കീർത്തനം നാം ചിന്തിച്ചു. എന്നോട് ചേർത്തിന്ന് 43-ാമത്തെ സങ്കീർത്തനം കൂടെ നമുക്ക് ചിന്തിക്കാം. ഇത് രണ്ടും ഒരു യുഗ്മ സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു ഇതളിലെ പൂക്കൾ എന്നോ അങ്ങനെയൊക്കെ പറയാം. ഒരേ ആശയങ്ങളാണ്. അത് രണ്ടും വേർതിരിച്ചു. നേരത്തെ ബൈബിൾ ഇത് ചെയ്യുമ്പോൾ വാക്യങ്ങൾ ഇങ്ങനെ പിന്നീട് ക്രോഡീകരിച്ചാണല്ലോ ഓരോന്നും. പുതിയ നിയമത്തിലെല്ലാമാണെങ്കിൽ അധ്യായങ്ങളായിട്ടൊക്കെ തിരിച്ച സമയത്ത് ഇവിടെ ഇത് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതൊറ്റ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ. രണ്ടാമത്തെ സങ്കീർത്തനം 43-ാം സങ്കീർത്തനം വേറെ ഒരു ഹെഡിങ്ങോട് കൂടിയാണ് തുടങ്ങുന്നത്, ഒരു പ്രയറോട് കൂടിയാണ് തുടങ്ങുന്നതെങ്കിലും ഇതിൽ കോമൺ ആയിട്ട് കാണുന്നൊരു വാക്യമാണ് പ്രത്യാശയുടെ. അതായത്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളി ഞരങ്ങുന്നതെന്ത്, ദൈവത്തെ പ്രത്യാശ വയ്ക്കുക, അവൻ്റെ നോപ്രകാശ രക്ഷ എൻ്റെ ദൈവമാകുന്നെങ്കിൽ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന് പറയുന്ന വാക്ക്. അത് 3 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 42-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം അതൊരു പോർഷൻ, തുടർന്ന് 11-ാമത്തെ വാക്യം അതുവരെ മറ്റൊരു വിഷയം, അതൊരു പോർഷൻ. ഇനി അടുത്ത ഈ 43-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം 5-ാമത്തെ വാക്യത്തിലും ഇതേ വാക്യം. അപ്പോൾ ഈ 3 ഇത് ഗ്രന്ഥകാരന്മാരൊക്കെ പറയുന്നുണ്ട്. ഈ രത്നവാക്യം എന്ന് പറയുന്നതിനെ ഒരു ഹോപ്പ്ഫുൾ വേർഡ്, രത്നവാക്യം ആവർത്തിച്ച് 3 ഖണ്ഡികകളുടെയും സമാപനവാക്യമായി ചേർത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഈ 16 വാക്യരത്നങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഈ യുഗ്മ കീർത്തനമാലയത്തിന് 3 മാണിക്യക്കല്ലുകളായിട്ടാണെന്നാണ് അവരൊക്കെ അതിനെ സാമ്യപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് ആദ്യത്തെ വാക്യം വായിച്ചു നോക്കാം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ, വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്ത്, ശത്രുവിൻ്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത്. ഇവിടെ ഈ ഒരു പ്രശ്നമാണ് തൻ്റെ ജീവിതത്തിലെ പ്രശ്നം. അതായത് ഭക്തികെട്ട ജാതി. ഇവിടെ ഭക്തനായൊരു മനുഷ്യനും ഭക്തികെട്ട ജാതിയുടെ നടുവിൽ ജീവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അഭക്തരിൽ നിന്നും ഭക്തിയുള്ളവന് പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ നേരിടും. പരിഹാസങ്ങളും നിന്നയും ചോദ്യങ്ങളും എല്ലാം വരും. ഒരു ഭക്തനായൊരു മനുഷ്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ, നീ പ്രാർത്ഥിക്കുന്നവനല്ലേ, പിന്നെ നിനക്കെന്താ എങ്ങനെ പറ്റിയേ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അന്ന് പറഞ്ഞതുപോലെ കൂരമ്പുകൾ പോലെ അസ്ത്രങ്ങൾ എയ്യുന്നു, പല വാക്കുകളുടെ വിഷമെല്ലാം പുരട്ടി എയ്യുന്ന അസ്ത്രങ്ങൾ. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു സങ്കീർത്തനെ കാണാം. അപ്പോൾ ഇവിടെ ഈ പ്രതികൂലത്തിൽ ദുഃഖങ്ങളും എല്ലാം അഭക്തരായ മനുഷ്യരുടെ അപ്പോൾ ഇതിൻ്റെ നടുവിൽ ആശ്വാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദാഹിക്കുന്ന ഒരു ഹൃദയം. അത് നമ്മൾ മുമ്പ് സാമ്യപ്പെടുത്തി കാണിച്ചു. നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നു. എല്ലായിടത്തും നമുക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ, അതായത് നമ്മൾ മറക്കാത്ത ഒരു ചിന്ത പറയും, ഒരു ചിത്രം. സൂര്യന് നേരെ തിരിഞ്ഞു നടന്നാൽ നിഴൽ നമ്മുടെ മുമ്പിലാണ്. നമ്മൾ ദൈവത്തിൽ നിന്നും തിരിഞ്ഞു നടന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും എല്ലാം നമ്മുടെ മുമ്പിലാണ് എപ്പോഴും, ആ നിഴൽ പോലെ. അത് നമ്മളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ദുഃഖങ്ങളും വീഴ്ചകളും നഷ്ടങ്ങളും എല്ലാം എപ്പോഴും നമ്മളിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കും എന്ന് പറയും. നമ്മളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കും, നമ്മളെ ഓവർവെമിങ്, നമ്മളെ അത് ഭരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നേരെ നമ്മൾ തിരിയുക, സൂര്യന് നേരെ തിരിഞ്ഞാൽ നിഴൽ പുറകിലാകും. നമ്മുടെ ഭാരങ്ങളെല്ലാം നമ്മുടെ മുൻപിലാകും. മറ്റൊരു ഇച്ചിരി കൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ കാണാം, അതെല്ലാം ദൈവം എടുത്ത് തൻ്റെ പുറകിൽ എറിഞ്ഞ് കളയുമെന്നൊരു വാക്യമുണ്ട്. നമ്മുടെ വേദനകളെല്ലാം നമ്മുടെ ഇടുകയായത് അത് നമ്മൾ കൊടുക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ ദൈവം ഇതെടുത്ത് തൻ്റെ പുറകിലേക്ക് എറിഞ്ഞ് കളയുക. പിന്നെ നമ്മൾ ആക്രമിക്കുകയില്ല, ഒരു ഭാരവും നമ്മളെ എതിരിടുകയില്ല. ആ സാഹചര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കും, പക്ഷെ അതൊന്നും നമ്മളെ ആക്രമിക്കാൻ
നമ്മളെ കീഴ്പ്പെടുത്താൻ സമ്മതിക്കാതെ അതിന്മേലൊക്കെ നമ്മൾ, കർത്താവ് പത്രോസിനോട് പറയുന്നില്ല വെള്ളത്തിന്മേൽ നടന്നു വരാൻ പറയുന്ന പോലെ, നമ്മൾ ഈ പ്രതിസന്ധികളുടെ നടുവിൽ മുകളിൽ കൂടെ നമ്മൾ നടക്കും. ഇതൊക്കെയാണ് ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത്. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടക്കുന്ന ഒരു അത്ഭുതം ഇന്നും നടക്കുന്നുണ്ടത്. അത് ആ ഒരു തലത്തിൽ അത് ഇന്നും ആ അത്ഭുതങ്ങളൊക്കെ നടക്കുകയാണ്. ഇവിടെ പറയുകയാണ്, എന്നിട്ട് അതിനുള്ള സൊല്യൂഷനായിട്ടാണ് പറയുന്നത്. ദാവീദ് ചോദിക്കുക, ദൈവമേ, സെൻഡ് യുവർ ലൈറ്റ് ആൻഡ് യുവർ ട്രൂത്ത്, സെൻഡ് ഔട്ട്, അല്ലെങ്കിൽ സെൻഡ് യുവർ ലൈറ്റ് ആൻഡ് യുവർ ട്രൂത്ത്, മേ ദേ ലീഡ് മീ ബ്രിങ് മീ ബാക്ക് ടു സിയോൻ. ഇവിടെ പറയാം, നിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണം. 3-ാമത്തെ വാക്യം, അവ എന്നെ നടത്തുമാറാകട്ടെ, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. നിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. ലൈറ്റ് ആൻഡ് ട്രൂത്ത്, അതിൻ്റെ വില എത്രയായിരിക്കാം? ഒരു പ്രകാശത്തിൽ നടക്കുക എന്ന് പറയുന്നത് എത്ര മനോഹരമാണ്, സത്യത്തിൽ നടക്കുക എന്ന് പറയുന്നത് എത്ര മനോഹരമാണ്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, 3-ാമത്തെ ലേഖനത്തിലാണ്, അവിടെ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് എന്താ ഉള്ളത്? സത്യത്തിൽ നടക്കുക, സത്യമുള്ള ഒരു മനുഷ്യനായിരിക്കുക. അതാണ് ബ്രേവ്, അതാണ് ഏറ്റവും ധൈര്യം എന്ന് പറയുന്നത്. അതാണ് പോർച്ചട്ടകളെക്കാൾ നമ്മളെ ആവരണം ചെയ്യുന്ന മഹത്തരമായ സംരക്ഷണ കവചമെന്ന് പറയുന്നത്. സത്യം നമ്മളെ ചുറ്റി പരിപാലിക്കും. സത്യം എന്നേക്കും ജയിക്കും. തൽക്കാലം അത് തോൽവിയടയുന്നൊക്കെ തോന്നുന്നില്ല, സത്യം ജയിക്കുക തന്നെ ചെയ്യും. അവിടെ പറയും, സാധാരണ യേശുവിൻ്റെ ക്രൂശിൻ്റെത്തോട് ചേർത്ത് പറയും, സത്യത്തിൽ നിങ്ങൾക്ക് ക്രൂശിക്കാം, പക്ഷേ അത് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്ന് പറയും. അപ്പോൾ സത്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുക. ദൈവമാണ് സത്യം, യേശുവാണ് സത്യം. പിലാത്തോസിന് നിൽക്കുമ്പോൾ സത്യം എന്നാൽ സത്യം തന്നെയാണ്. യേശു പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയാണ്. ഇവിടെ പറയാം, പ്രകാശവും. ആരെ പ്രകാശം? ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്ന കർത്താവ് പറഞ്ഞു, അവൻ തന്നെയാണ് പ്രകാശം. ആ പ്രകാശം ഉൾക്കൊണ്ട് ആ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന റിഫ്ലക്ടറാണ് നമ്മൾ ഓരോരുത്തരെന്ന് പറയുന്നത്. അത് നിങ്ങൾ ലോകത്തിന് വെളിച്ചമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രകാശവും സത്യവും അയച്ചിട്ടും യേശുവിനെ തന്നെ അത് ഈ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അവ എന്നെ നടത്തുമാറാകട്ടെ. എങ്ങോട്ടേക്ക്? നിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്ക് അവനെ എത്തിക്കുമാറാകട്ടെ. ഈ പ്രകാശത്തിൽ കൂടെ സത്യത്തിൽ കൂടെ നടന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് തന്നെ നമ്മൾ എത്തുന്നത്, ദൈവ സാന്നിധ്യത്തിലേക്ക് തന്നെ നമ്മൾ എത്തുന്നത്. നമ്മളെല്ലാവർക്കും സുപരിചിതമായിട്ടാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഏറ്റവും വലിയൊരു വ്യവസായ സംരംഭം ആരംഭിച്ച ഒരു വ്യക്തിയാണ് ഹെൻറി ഫോർഡ് എന്ന് പറയുന്നത്. അമേരിക്കൻ കോടീശ്വരനായിരുന്നു ഹെൻറി ഫോർഡ്. അപ്പം അദ്ദേഹത്തോട് ഡേൽ കർണേഗി എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ഒരു മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ ആണെന്ന് വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അന്നത്തെ കാലയളവിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ അതൊക്കെ നടന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹെൻറി ഫോർഡിനോട് ചോദിച്ചു, വളരെയധികം ചിന്താകുലപ്പെട്ടിട്ടില്ലേ എന്ന് ഡേൽ കർണേഗി ചോദിച്ചു, ഈ ജീവിതത്തിൻ്റെ ഇത്രത്തോളം ഇതിൽ. അതിന് ഫോർഡ് മറുപടി പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞില്ല, എൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് ഞാനല്ല, ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. അവന് എൻ്റെ ആലോചന ഉപദേശവും ആവശ്യമില്ല എന്ന് എനിക്കറിയാമായിരുന്നു. സകലത്തിൻ്റെ ചുമതല ദൈവത്തെ പരമേൽപ്പിച്ചാൽ പിന്നെ എന്താണ് ആകുലപ്പെടാനുള്ളത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്. എൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് ഞാനല്ല, ദൈവമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവം തന്നെ സോൾവ് ചെയ്യും. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. ഇങ്ങനെ സമർപ്പിതമായ ജീവിതങ്ങളാണ് അനുഗ്രഹം. സമ്പത്ത് ഒരിക്കലും നമുക്ക് സമാധാനം തരികയില്ല. ദൈവമാണ് നമ്മുടെ സമ്പത്താകേണ്ടത്. അതാണ് ദാവീദ് പറഞ്ഞുകൊണ്ട്, സമ്പത്ത് വർദ്ധിച്ചാൽ ഞാനതിൽ മനസ്സ് വയ്ക്കുകയില്ല. ഇന്ന് അനേകർ അതിൻ്റെയൊക്കെ പിന്നാലെ പായുകയാണ്. മരീചിക പോലെ, മരുഭൂമിയിലെ മരീചിക പോലെ. വെള്ളം കാണും, വെള്ളമാണെന്ന് പറഞ്ഞു അടുത്ത് ചെല്ലുമ്പോൾ അല്ല, അത് ഈ സൂര്യപ്രകാശം മണലിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് വെള്ളം പോലെ ഇങ്ങനെ ഓളങ്ങൾ വെട്ടുന്ന പോലെ തോന്നും. അടുത്ത് ചെല്ലുന്നത് വെറും മണലാണ്, മരീചികയാണ്. എന്നാൽ യഥാർത്ഥ ജീവജലം കർത്താവായ യേശുക്രിസ്തുവാണ്. അവനിലുള്ള സന്തോഷം, ആ സന്തോഷം നമ്മുടെ ജോലിയിലും എല്ലാം നമുക്ക് വിശ്വസ്തരായിരിക്കാനും ഉത്സുകരായിരിക്കാനും നമ്മളെ സഹായിക്കാതാണ്. റിഫ്രഷ്മെൻ്റാണ് ദൈവം എന്ന് പറയുന്നത്. ശരിക്കും വേദനിക്കുമ്പോൾ, നമ്മൾ വിഷാദിക്കുമ്പോൾ, നമ്മൾ തളരുമ്പോൾ എല്ലാം ചാരുവാൻ നമ്മളെ റിഫ്രഷ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ദാനിയേലിനെയൊക്കെ കണ്ട് ഉത്സുക മാനസനായിരുന്നു പറയും. അതായത് വാക്ക് തന്നെ പറയുന്നു, ആ ഉത്കൃഷ്ട മാനസരായിരുന്നു അവരെല്ലാം. എപ്പോഴും ഒരു വിജിൽ, ഒരു നല്ല ഒരു അത് നമ്മളുടെ എന്നാ പറയുന്നത് കാലിബർ എന്ത് വേണമെങ്കിലും അതിന് ചേർക്കാൻ അത് ദൈവമാണ്, ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ എന്നിട്ട് തുടർന്ന് പറയുകയാണ് 4-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തെങ്കിലേക്ക്
എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇവിടെ എത്ര മനോഹരമായ വാക്യം! 4-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. അത് കിഡ്സ് കാനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. അത് നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല, അത് അനുഭവിക്കാനേ സാധിക്കത്തുള്ളൂ. പരമാനന്ദമായ ദൈവം. അനേകർ ചിന്തിക്കുന്ന ദൈവം ക്രൂരനാണ്. ഈ ദൈവം ഈ എന്നെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പഠിക്കാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അന്ന് സാറ് വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു ക്രൂരനായൊരു ദൈവം. ദൈവം നീതിയുള്ള ദൈവമാണ്. ദൈവം ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവമാണ്. പക്ഷെ ദൈവം സ്നേഹമാണ്. പരമാനന്ദമാണ് ദൈവം എന്ന് പറയുന്നത്. എക്സീഡിങ് ജോയ്. ആ വാക്കുകൾ, ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക്, പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ആ ദൈവത്തിന് എന്തിനാ കുറവുള്ളത്? എല്ലാം ഉണ്ട്. ഓൾ സഫീഷ്യൻറ്റ്, കണ്ടൻമെൻറ്റ്, തൃപ്തി, എല്ലാത്തിനും ഓൾ സഫീഷ്യൻറ്റ് ഗോഡ് എന്ന് പറയും. ദൈവത്തിന് ഒന്നിനും കുറവില്ലല്ലോ. അപ്പോൾ അവൻ്റെ ആശ്രയിക്കുമ്പോൾ, അതാണ് സങ്കീർത്തനം പറയുന്നത്, യഹോവയുടെ ഇടയനാവുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഐ ഷാൾ ബി നോട്ട് ഇൻ വാണ്ട്. എൻ്റെ ആവശ്യങ്ങളെല്ലാം ഒന്നിടത്തും. ഇനി എനിക്ക് എന്തെങ്കിലും ലഭ്യമാകുന്നില്ല, അത് എനിക്ക് ആവശ്യമില്ലാത്തതാണ്. എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തും. അനാവശ്യങ്ങളല്ല, അത്യാഗ്രഹങ്ങളല്ല. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്കതിൽ, അത് നല്ല ആഗ്രഹങ്ങൾ. ദൈവത്തോട് ചേരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നല്ലതാകും, നമ്മുടെ ചോദ്യങ്ങൾ നല്ലതാകും, നമ്മുടെ പ്രാർത്ഥനകൾ നല്ലതാകും. അതൊരിക്കലും സ്വാർത്ഥതയുടെയോ അനാവശ്യങ്ങളുടെയോ ഒന്നും കേവല കാര്യസാധ്യങ്ങളുടെയോ പ്രാർത്ഥന ആയിരിക്കുകയില്ല. അത് ദൈവത്തെ തന്നെ ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. ദൈവമാണ് അവൻ്റെ ഭക്തിയും സമാധാനവും ശാന്തതയും എല്ലാം, പരമാനന്ദവും എല്ലാം. ഒടുവിൽ പിന്നെയും അത് പറയണ പ്രത്യാശയുടെ വാക്കെന്നാണ്, എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ള ഞരങ്ങുന്നതെന്ത്? ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നതിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഈ ദൈവസന്നിധിയിൽ നമുക്ക് ഈ പ്രത്യാശയോടെ ദൈവത്തെ സമർപ്പിക്കാൻ സാധിക്കണം. ദൈവത്തിന് നമ്മൾ എവിടെ ഇരുത്താൻ പറ്റും? ദൈവത്തിന് നമ്മുടെ വസതികൾ എവിടെയാണ്? ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അവന് സ്ഥലം കൊടുക്കുക. അവനിൽ നമുക്കും സ്ഥലമുണ്ട്. അവനിലെ എന്ത് വിശാലമാണ് ദൈവത്തിൽ! അത് നമുക്കൊരിക്കലും തീരാത്ത നിക്ഷേപമാണ് ദൈവം എന്ന് പറയുന്നത്. സമാധാനമാകട്ടെ, സന്തോഷമാകട്ടെ, എല്ലാം തീരാത്ത ഖനികളാണ്. അമൂല്യമായ ഖനിഗർഭങ്ങൾ ദൈവത്തിലുണ്ട്. ദൈവത്തിൻ്റെ ആഴത്തിൽ കൊണ്ട് ദൈവത്തിനെ സമർപ്പിക്കാം എല്ലാം. നമുക്ക് ദൈവമേ, സത്യവും പ്രകാശവുമായി അയച്ചു തന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അത് നമ്മൾ നടത്തട്ടെ. ദൈവിക സന്തോഷം നിൻ്റെ വലത്തു ഭാഗത്ത് നിന്നും പ്രമോദങ്ങളും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുമുണ്ടെന്നാണ് 16 സങ്കീർത്തനം വായിക്കുന്നത്. ദൈവം സമർപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അപ്പാ, ആശ്രയത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതങ്ങൾ തിരിച്ചറിയുന്നു. എത്ര മനോഹരമാണ്! ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ, ചാരുവാൻ, എല്ലാം പറയുവാൻ എന്നും ഞങ്ങൾക്ക് കർത്താവേ, എന്നും വന്ന് നിൻ്റെ സന്നിധിയിൽ സൂര്യൻ അഭിമുഖമാകുമ്പോൾ നിഴലെ പിറകിലാകുന്നത് പോലെ ഞങ്ങൾ നിങ്കിലേക്ക് തിരിയുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അനുഭവമായി മാറുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകാറുണ്ട്, അനുഭവമാക്കി തന്നിട്ടുണ്ട്. തുടർമാനമായി കർത്താവേ, അത് അങ്ങനെയായിരിക്കാൻ കൃപ തരണമേ. എപ്പോഴും നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവ് ഞങ്ങളെ മറയ്ക്കണമേ. ഞങ്ങളുടെ മനസ്സും ഹൃദയവും ചിന്തകളും എല്ലാം നിനക്കായി അർപ്പിക്കുന്നു കർത്താവേ. ഹെൻറി ഫോർഡ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന അവൻ അതെല്ലാം ചെയ്ത് തീർക്കും, അവൻ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ എന്ന് അടിയങ്ങളുടെ ജീവിതത്തിൽ പറയുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ നികരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതുവരെയും നടത്തിയ എല്ലാ കൃപകൾക്കായ സ്തുതി. യേശുവെ, ഇവിടെ ദാവീദ് പ്രാർത്ഥിച്ചു, നിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ എന്ന്. പുതിയ നിയമത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ആ പ്രകാശവും സത്യവും ലോകത്തിലേക്ക് വന്നു എന്ന് ഞങ്ങൾ കാണുന്നു കർത്താവ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് ഞങ്ങൾ കണ്ടു. അവിടെ നിരളിച്ചത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, അവിടെ നിരളിച്ചത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവ് യേശുവെ, പിതാവാം ദൈവമേ, അവിടുത്തെ പുത്രനെ ഞങ്ങളിൽ സമ്പൂർണ്ണമായി അവിടെ നിക്ഷേപിക്കണമേ. ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ നിത്യഹനയിൽ, നിത്യാനന്ദത്തിൻ്റെ, നിത്യസമാധാനത്തിൻ്റെ, ആ സാന്ത്വനത്തിൻ്റെ എല്ലാം അനുഭവവും അനുഗ്രഹങ്ങളും നിക്ഷേപം സമ്പൂർണ്ണമായിരിക്കുന്ന ആ യേശുവിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളിലോടൊന്ന് വസിക്കണമേ, ഞങ്ങളിലോടൊന്ന് വാഴണമേ. എല്ലാറ്റിൽ കൂടെ ഞങ്ങളുടെ ജീവിതം തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ, തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. മഹത്വമോടൊന്ന് മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ഇന്നും എന്നേക്കും ഇവിടെ ഞങ്ങൾ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.